ദേവദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വാക്കിലോതി വളർന്നു മലയാളം. സാഹിത്യത്തിന്റെ നിറവ്. എത്ര സുന്ദരം എത്ര സുന്ദരം എന്റെ മലയാളം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ RS രാജീവ്. ഒരു സ്വർണമാലിക പോൽ. സാഹിത്യത്തിൻ്റെ നിറവ് ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബെൻസിഗർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ RS രാജീവ്. ജി ശങ്കരക്കുറുപ്പിൻ്റെ ജീവിത ദർശനത്തെയും കാവ്യദർശനത്തെയും അടയാളപ്പെടുത്തിയ ഇന്നു ഞാൻ നാളെ നീ എന്ന കവിതയെക്കുറിച്ചുള്ള പരിപാടിയുടെ ആദ്യ ഭാഗമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. ഇന്നു ഞാൻ നാളെ നീ, ഇന്നു ഞാൻ നാളെ നീ, ഇന്നും പ്രതിധ്വനിക്കുന്നിതെന്നോർമ്മയിൽ. ഇന്നു ഞാൻ നാളെ നീ, ഇന്നു ഞാൻ നാളെ നീ, ഇന്നും പ്രതിധ്വനിക്കുന്നിതെന്നോർമ്മയിൽ. പാദവക്കത്തെ മരത്തിൻ കരിനിഴൽ പ്രേതം കണക്കെ ക്ഷണത്താൽ വളരവേ, എത്രയും പേടിച്ചരണ്ട ചില ശുഷ്കപത്രങ്ങൾ മോഹം കലർന്നു പതിക്കവേ, ആസന്ന മൃത്യുവാം നിശ്ചേഷ്ടമാരുതൻ ശ്വാസമിടക്കിടക്കാഞ്ഞു വലിക്കവേ, താരകരത്നഖചിതമാം പട്ടിനാൽ പാരമലങ്കൃതമായ വിൺപെട്ടിയിൽ ചത്ത പകലിൻ ശവം വെച്ചടുപ്പതിനാത്ത മൗനം നാലു ദിക്കുകൾ നിൽക്കവേ, തൻ പിതാവിൻ ശവപ്പെട്ടിമേൽ ചുംബിച്ചു കമ്പിതഗാത്രിയായ അന്തി മൂർച്ഛിക്കവേ, ജീവിതം പോലെ രണ്ടറ്റവും കാണാത്തൊരാ വഴിയിങ്കൽ തനിച്ചു ഞാൻ നിന്നുപോയി. പക്ഷികൾ പാടി. അപൂർവ സുന്ദരമായ പ്രതീകങ്ങളിലൂടെയും ബിംബങ്ങളിലൂടെയും മലയാള കാവ്യലോകത്ത് സ്വന്തമായൊരു സ്ഥാനമുറപ്പിച്ച കവിയാണ് ജി ശങ്കരക്കുറുപ്പ്. ഒരു യോഗാത്മക കവിയായിട്ടാണ് ജിയെ നാം കണക്കാക്കുന്നത്. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ യൗകിക ദർശനത്തെ ആത്മീയമായി പിന്തുടരുന്ന ജിയുടെ കവിതകളിൽ ഈ മിസ്റ്റിക് ദർശനത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാനാവുന്നു. മരണത്തെയും ജീവിതത്തെയും ചേർത്ത് നിർത്തി പരിശോധിക്കുന്ന ധാരാളം കവിതകൾ ജിയുടേതായിട്ടുണ്ട്. ഇവിടെ ജനിക്കുന്ന ഓരോ മനുഷ്യനും താൻ നശ്വരനാണെന്ന ബോധം അന്തരാത്മാവിൽ പേറിക്കൊണ്ട് നടക്കുന്നു. പല മതസിദ്ധാന്തങ്ങളും അവരുടെ വിഹുലതകൾക്ക് കുറവുണ്ടാക്കിയേക്കാം. എന്നാൽ ചിന്തിക്കുകയും വ്യാകുലപ്പെടുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒഴിവാക്കാനാവുകയില്ല, പ്രത്യേകിച്ചും സർഗാത്മകനായ ഒരു സാഹിത്യകാരനിൽ. അങ്ങനെയൊരു സർഗാത്മക വ്യാകുലതയുടെ ഫലമാണ് ജി ശങ്കരക്കുറുപ്പിൻ്റെ ഇന്നു ഞാൻ നാളെ നീ എന്ന കവിത. പക്ഷികൾ പാടിയില്ലാടിയില്ലാലില ഇച്ഛിതി തന്നെ മരവിച്ച പോലെയായി. അന്തികത്തുള്ളൊരു പള്ളിയിൽ നിന്നുടൻ പൊന്തി നാമെന്നു ദീനമണിസ്വനം. 2000-ഓളം ആണ്ടുകൾക്കപ്പുറത്തുണ്ടായൊരാ മഹത്യാഗത്തെ ഇപ്പോഴും മുഖമാണെങ്കിലും ഉച്ചത്തിൽ വർണ്ണിക്കുമേകമുഖമാം കുരിശിനെ മുത്തുവാൻ ആരാലിറങ്ങി വരും ചില മാലാഖമാരായി വരാം കണ്ട തൂവെൺമുകിലുകൾ. പാപം ഹരിച്ചു പാരിന്നു വിണ്ണേറുവാൻ പാത കാണിക്കും കുരിശേ ജയിക്കുക. ആ വഴി മരിച്ചവൻ മരിക്കാത്തവന് നൽകുന്ന
തീവ്രാവബോധത്തിൻ്റെ ഫലമാണ് ഇന്ന് ഞാൻ നാളെ നീ എന്ന കവിത. ആഴമുള്ള പ്രതീകങ്ങളിലൂടെ, അതിശക്തമായ ബിംബങ്ങളിലൂടെ മരണം ഈ കവിതയിലൂടെ മൂർത്തമായി തെളിയുന്നു. അനുഭവതലത്തിൽ അത് നാം ഉൾക്കൊള്ളുന്നത് പോലെ തോന്നും. ചത്തപകലൻ്റെ ശവം കൊണ്ടുപോകുന്ന തീഷ്ണചിത്രത്തിലൂടെ നമ്മെ കവിതയിലേക്ക് കവി ആനയിക്കുന്നു. ഒരു ദരിദ്രൻ്റെ ശവമടക്കയാത്രയുടെ ചിത്രവും ഒപ്പം ചിത്രീകരിച്ചുകൊണ്ട് നീങ്ങുന്ന ഈ കവിത സ്വീകരിച്ചിരിക്കുന്നത് ഭാവഗീതത്തിൻ്റെ രൂപഘടനയാണ്. മൃത്യുബോധവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധമുള്ള ജി എഴുതിയ കവിതകളായ എൻ്റെ വേളി, കാലം, അന്തിമൺമുകിൽ, നിഴലുകൾ നീളുന്നു തുടങ്ങിയവയിലെല്ലാം കാൽപ്പനികോത്തര മലയാള കവിതയിലെ ഏറ്റവും മികച്ച ഭാവഗീത ഘടകങ്ങളെല്ലാം ഉണ്ട്. ഇന്ന് ഞാൻ നാളെ നീ, ഇന്നും പ്രതിധ്വനിക്കുന്നതെന്നോർമ്മയിൽ എന്ന് തുടങ്ങുമ്പോൾ അനുവാചക ഹൃദയത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ഭാവത്തിൻ്റെ പരമാവസ്ഥയാണ് ഒന്നു നടുങ്ങി ഞാൻ ആ നടുക്കം തന്നെ മിന്നുമുടുക്കളിൽ ദൃശ്യമാണിപ്പോഴും എന്ന് അവസാനിക്കുമ്പോൾ കവിതയിൽ നാം കാണുന്നത്. ആ വഴിക്കപ്പോൾ ഒരു ദരിദ്രന്റെ നിർജീവമാം ദേഹമടക്കിയ പെട്ടി പോയി. ഇല്ലാ പെരുമ്പറ ശുദ്ധയാം വിശ്വസ്ത വല്ലഭ തന്നുടെ നെഞ്ചിടിപ്പെന്നിയേ. ഇല്ല പൂവർഷം വിഷാദം കിടന്നല തല്ലുന്ന പൈതലിൻ കണ്ണുനീരെന്നിയേ. വന്നു തറച്ചിതൻ കണ്ണിലാ പെട്ടിമേൽ നിന്നും 6 അക്ഷരം ഇന്നു ഞാൻ നാളെ നീ. വന്നു തറച്ചിതൻ കണ്ണിലാ പെട്ടിമേൽ നിന്നും 6 അക്ഷരം ഇന്നു ഞാൻ നാളെ നീ. ഒന്നു നടുങ്ങി ഞാൻ ആ നടുക്കം തന്നെ മിന്നുമുടുക്കളിൽ ദൃശ്യമാണിപ്പോഴും. ഒന്നു നടുങ്ങി ഞാൻ ആ നടുക്കം തന്നെ മിന്നുമുടുക്കളിൽ ദൃശ്യമാണിപ്പോഴും. അതിശക്തമായ ബിംബങ്ങളിലൂടെയാണ് ഇന്ന് ഞാൻ നാളെ നീ എന്ന കവിതയുടെ രൂപഭാവഘടന പൂർണ്ണമാകുന്നത്. കരുനിഴൽ പോലെ വളരുന്ന പ്രേതത്തിൻ്റെ നിഴൽ, മോഹങ്ങളർന്നു പതിക്കുന്ന ശുഷ്കപത്രങ്ങൾ, ചലനമറ്റ ഇളങ്കാറ്റ്, ചത്ത പകലൻ്റെ ശവം കണ്ട് മൂർച്ഛിച്ച സന്ധ്യ തുടങ്ങിയ മൗലിക ബിംബങ്ങളിലൂടെ കവിത പൂർണ്ണമാകുന്നു. മരണമുണ്ടാക്കുന്ന വ്യാകുലാവസ്ഥ സൃഷ്ടിച്ചെടുക്കാൻ ഈ കവിതയിലെ അന്തരീക്ഷ സൃഷ്ടിക്ക് സാധിക്കുന്നു. പക്ഷികൾ പാടിയില്ല, ആലിലകൾ ആടിയില്ല, ഭൂമി തന്നെ മരവിച്ച പോലെയായി എന്നൊക്കെ പറയുമ്പോൾ നാം ആ ഭാവത്തിലേക്ക് ചെന്ന് വീഴുകയാണ്. ആ സമയം ഒരു ദരിദ്രൻ്റെ ശവമടക്കിയ പെട്ടിക്കൊണ്ടുപോയി. വല്ലഭയുടെ നെഞ്ചെടുപ്പും പൈതലിൻ്റെ കണ്ണുനീരും അകമ്പടി സേവിച്ച ആ ശവസംസ്കാര യാത്ര കവിതയ്ക്ക് സമ്മാനിച്ചതും അർത്ഥഗർഭമായ ശവപ്പെട്ടിമേൽ എഴുതി വച്ചിരിക്കുന്ന 6 അക്ഷരങ്ങളാണ്. ഇന്ന് ഞാൻ നാളെ നീ. മൃത്യുബോധം ഗ്രസ്തതയായി മാറിയ ഒരു കവിയുടെ മാനസിക വിക്ഷോഭത്തിൽ നിന്നും രൂപം കൊണ്ടതാണ് ഇന്ന് ഞാൻ നാളെ നീ എന്ന കവിത. പാതവക്കത്തെ മരത്തിൻ കരിനിഴൽ പ്രേതം കണക്കെ ക്ഷണത്താൾ വളരവേ. പാതവക്കത്തെ മരത്തിൻ കരിനിഴൽ പ്രേതം കണക്കെ ക്ഷണത്താൾ വളരവേ. എത്രയും പേടിച്ചരണ്ട ചില ശുഷ്കപത്രങ്ങൾ മോഹം കലർന്നു പതിക്കവേ. ആസന്ന മൃത്യുവാം നിശ്ചേഷ്ടമാരുതൻ ശ്വാസമിടയ്ക്കിടയ്ക്കാഞ്ഞു വലിക്കവേ. താരകരത്ന ഖചിതമാം പട്ടിനാൾ പാരമലംകൃതമായ വിൻപെട്ടിയിൽ ചത്ത പകലിൻ ശവം
വെച്ചെടുപ്പതീനാത്ത മൗനം നാലു ദിക്കുകൾ നിൽക്കവേ തൻ പിതാവിൻ ജി ശങ്കരക്കുറുപ്പിൻ്റെ ഇന്ന് ഞാൻ നാളെ നീ എന്ന കവിതയെക്കുറിച്ചുള്ള പരിപാടിയുടെ ആദ്യ ഭാഗമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്തത്. കവിത ചൊല്ലിയ ജ്യോതിബായ് പരിയാടത്ത്, സ്മിത പി മേനോൻ, ആറാട്ടുപുഴ ഹക്കീം എന്നിവരോടും കവിതാരാമം, കാവ്യം സുഗയം എന്നീ യൂട്യൂബ് ചാനലുകളോടുള്ള കടപ്പാട് രേഖപ്പെടുത്തട്ടെ. എല്ലാ റേഡിയോ ബൻസുകർ ശ്രോതാക്കൾക്കും നന്ദി. ദേവദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികളിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വാക്കിലോതി വളർന്നു മലയാളം. സാഹിത്യത്തിന്റെ നിറവ്. എത്ര സുന്ദരം എത്ര സുന്ദരം എന്റെ മലയാളം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ RS രാജീവ്. ഒരു സ്വർണമാലിക പോൽ